അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഇത്തികാഫിൻ്റെ നെയ്യത്തോടുകൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. അവരുടെ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, അവരിൽ ആരെങ്കിലും അവരുടെ ഖബറുകളിൽ ചോദ്യം ചെയ്യപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുണ്യമായ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബ് തആല അവരെയൊക്കെ നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവരെയും നമ്മെയും നമ്മുടെ ഇഷ്ടക്കാരെയും ഒക്കെ അല്ലാഹു തആല അവരുടെ ജന്നാത്തിൻ നഴയിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ലോകാനുഗ്രഹിയായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് ഭൂജാതനായതിൻ്റെ 1500-ാം ജന്മദിനം ആഘോഷിക്കപ്പെടുകയാണ്. ആ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബിൻ്റെ റഹീമായ നബിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. ആലമീൻ എന്ന് പറഞ്ഞാൽ ജമീഉൽ ഖൽഖി മിനൽ ഇൻസി വൽ ജിന്നി വൽ മലായികത്തി വദ്ദവാബി. ലോകര് എന്നല്ല, ആലമീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ജിന്നുകളും മലായിക്കത്തുകളും നാൽക്കാലികളും പക്ഷി പറവകളും അടക്കമുള്ള മുഴുവൻ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ആലമീൻ എന്ന് പറയുന്ന പ്രയോഗം. അതുകൊണ്ട് തന്നെ മലക്കുകൾക്കും ജിന്നുകൾക്കും മനുഷ്യർക്കും നാൽക്കാലികൾക്കും പക്ഷികൾക്കും പറവകൾക്കുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റഹ്മത്താണ്. അവർക്കൊക്കെ റഹ്മത്തായിട്ടാണ് അല്ലാഹു തആല അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിയോഗിക്കുന്നത്. ഭൂമി ലോകത്ത് വന്ന ആദ്യത്തെ പ്രവാചകരല്ല ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്ത് വന്ന 1,24,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാരിൽ നിന്ന് 313 മുർസലുകളെ തിരഞ്ഞെടുക്കുകയും ആ മുർസലുകളിൽ നിന്ന് 5 ഉലുൽ അസ്മുകളെ തിരഞ്ഞെടുക്കുകയും അവരിൽ നിന്ന് ഒന്നാമനായിട്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കുകയും ചെയ്ത റബ്ബ് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകരുടെ മുഴുവൻ കരുണ, ലോകർക്ക് മുഴുവൻ കരുണ എന്ന് അല്ലാഹു തആല പറയുന്നത് വെറും ഒരു പ്രയോഗമല്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ വഴിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നുണ്ട്, ബുഇസ്തു ബി ജവാമിഇൽ കലിമി, എന്നെ അല്ലാഹു തആല നിയോഗിച്ചത് സർവ്വലോകത്തിനും ഉപയോഗപ്പെടുന്ന രൂപത്തിലുള്ള വ്യാപകമായ അർത്ഥങ്ങളുള്ള വാക്കുകൾ കൊണ്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. വനുസിർതു ബിർറുഅബി, എനിക്ക് അല്ലാഹു തആല സഹായം നൽകിയിരിക്കുന്നത് പേടി കൊണ്ടാണ്, ഭയം കൊണ്ടാണ്. റസൂലുള്ളാഹി തങ്ങളുടെ പേര് കേട്ടാൽ തന്നെ ശത്രുക്കളൊക്കെ പേടിക്കും. അതുകൊണ്ട് ആരും ആ പ്രവാചകരോട് അടുക്കാൻ ശ്രമിക്കുകയില്ല. വബൈന അന നായിമുൻ, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഞാൻ ഉറക്കത്തിലായിരുന്നപ്പോൾ ഊതീതു ബി മഫാത്തിഹി ഖസായിനിൽ അർദ്, നമ്മുടെ ഉറക്കം പോലെയുള്ള ഒളു മുറിയുന്ന അന്തമില്ലാത്ത ഉറക്കമല്ല റസൂലുള്ളാഹി തങ്ങളുടെ ഉറക്കം. കണ്ണുറങ്ങുമെങ്കിലും മനസ്സുറങ്ങാത്ത ഉറക്കമാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഉറക്കം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഉറങ്ങിയാൽ പോലും ഒളു മുറിയില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതും അതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഉറക്കം നമ്മുടെ ഉറക്കം പോലെയല്ല, നമ്മുടെ ഉണർവിയേക്കാൾ ബോധമുള്ള ഉറക്കമാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഉറക്കം. അപ്പൊ അള്ളാഹിന്റെ റസൂല് പറയും, ഞാൻ ഉറങ്ങുമ്പോൾ ലോകത്തിന്റെ മഫാത്തിഹി ഖസായിനിൽ അർദ്, ലോകത്തുള്ള സമ്പത്തുകളുടെ മുഴുവൻ സർവ്വലോകത്തിന്റെയും സർവത്തിന്റെയും താക്കോലുകൾ കൊണ്ടുവരപ്പെടുകയും അത് എൻ്റെ കൈകളിൽ വെക്കപ്പെടുകയും ചെയ്തു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതായിട്ട് കാണാം. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകരുടെ കയ്യിലാണ് ലോകത്തുള്ള മുഴുവൻ ആയുസിന്റെയും ആരോഗ്യത്തിന്റെയും സമ്പത്തിന്റെയും ലോകത്തുള്ള മുഴുവൻ ഖജനാവുകളുടെയും താക്കോല് അള്ളാഹുവിന്റെ പ്രവാചകരുടെ കയ്യിലാണ് അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു പ്രയോഗമല്ല, ഇത് അല്ലാഹു തആല അവന്റെ പ്രവാചകർക്ക് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അർഹതപ്പെട്ടവർക്ക് അത് നൽകണം, വേണ്ടപ്പെട്ടവർക്ക് അത് നൽകാൻ വേണ്ടിയിട്ടാണ്
അല്ലാഹു തആല അവന്റെ പ്രവാചകർക്ക് അത് നൽകിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അത് കൊടുക്കേണ്ടവർക്കൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു തങ്ങൾ പ്രഗത്ഭനായ ഒരു സഹാബിയാണ്. അദ്ദേഹം എല്ലാവരും ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നേരത്ത്, ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നേരത്താണ് അദ്ദേഹത്തിന് ഒരു ചിന്ത വരുന്നത്. ഞങ്ങളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, സുബഹി മുതൽ രാത്രി വരെ അള്ളാഹുവിന്റെ പ്രവാചകരുടെ കൂടെ ഉണ്ടല്ലോ. ആ നേരത്ത് ശത്രുക്കൾക്ക് ആർക്കും അള്ളാഹുവിന്റെ പ്രവാചകരോട് അടുക്കാനോ റസൂലുള്ളാഹി തങ്ങളെ എന്തെങ്കിലും ഉപദ്രവിക്കാനോ അവർക്ക് ആർക്കും കഴിയില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങളൊക്കെ രാത്രി എല്ലാവരും വീടുകളിലേക്ക് ചെന്ന് അവനവന്റെ വീടുകളിൽ നിദ്രയിലാകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഏതെങ്കിലും ദുഷ്ടന്മാര് വന്നിട്ട് ആക്രമിക്കുകയോ റസൂലുള്ളാഹി തങ്ങളെ ഉപദ്രവിക്കുകയോ ചെയ്യാൻ വന്നാൽ തടയാൻ ആരുണ്ട്? റസൂലുള്ളാഹിക്ക് ആരാണ് കാവൽക്കാര് എന്ന് വിചാരിച്ചിട്ട് മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു തങ്ങള് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പാതിരാ നേരത്ത് നല്ല മരം കോച്ചുന്ന തണുപ്പാണ്. ആ ശക്തമായ തണുപ്പുള്ള ഒരു രാത്രിയിൽ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ പോയി പാതിരാ സമയത്ത് മഹാനായ റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു തങ്ങൾ കാവലിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ നല്ല ഉറക്കത്തിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി സുബഹിയുടെ മുമ്പ് ഉണർന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണർന്നു എന്ന് കണ്ടപ്പോ റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു തങ്ങൾ എണീറ്റ് നിന്നു. ഈ എണീറ്റ് നിൽക്കുന്ന കാൽ പെരുമാറ്റം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാ പുറത്ത് എന്ന് ചോദിച്ചപ്പോ മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഇത് റബീഅത്താണ് നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, റബീഅത്തുൽ അസ്ലമിയാണോ? അതെ, ഞാൻ തന്നെ നബിയെ. നീ പോയില്ലേ? അല്ലാഹുവിന്റെ റസൂല് വാതിൽ തുറന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ പോയില്ലേ? അതേ നബിയെ, ഞാൻ പോയി. പക്ഷെ വീട്ടിൽ പോയി ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് താങ്കൾ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ, താങ്കൾക്ക് കാവൽക്കാരില്ലല്ലോ, താങ്കൾക്ക് സെക്യൂരിറ്റി ഇല്ലല്ലോ, താങ്കളെ ആരെങ്കിലും ഒന്ന് അപായപ്പെടുത്തുമോ എന്ന ഭയം എന്നെ പിടികൂടിയതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്ന് കാവലിരുന്നതാണ് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പുറത്തേക്ക് വിസർജനത്തിന് വേണ്ടി പോയപ്പോ തിരിച്ചു വരുമ്പോഴേക്ക് അതിന് വേണ്ട വെള്ളവും വുദു ഉണ്ടാക്കാനുള്ള വെള്ളവുമൊക്കെ റബീഅത്ത് റളിയല്ലാഹു അൻഹു എടുത്തു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, റബ്ബേ, ഈ കൊടും തണുപ്പത്ത്, ഈ രക്തം കട്ടയാകുന്ന തണുപ്പത്താണല്ലോ റബീഅത്ത് എനിക്ക് വേണ്ടിയിട്ട് എന്റെ വീടിന്റെ വാതിലിൽ വന്ന് കാവലിരുന്നത്. എന്തോ ഒരു സ്നേഹമാണ് എന്നോട് ആ വ്യക്തിക്ക്. അതുകൊണ്ട് റബീഅത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ വുദു ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ വുദു ഉണ്ടാക്കി വന്നിട്ട് റബീഅത്തിനോട് ചോദിച്ചു, കാലി സൽമി, നിനക്ക് എന്താ വേണ്ടത് വെച്ചപ്പോ ചോദിച്ചോ റബീഅത്തെ, ഞാൻ തരാം. എന്താ വേണ്ട ഇപ്പൊ ചോദിച്ചോ, തരാൻ ഞാൻ തയ്യാറാണ് എന്ന് റബീഅത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുമ്പോ റബീഅത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഇപ്പൊ ചോദിക്കൂല, എനിക്ക് നന്നായിരുന്നു ആലോചിക്കണം നബിയെ, പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ അത് ശരിയാവില്ല. റബീഅത്ത് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്. ഞാനിപ്പോ റസൂലുള്ളാഹി തങ്ങളോട് സ്വർഗം ചോദിച്ചാല് ജന്നത്തിൽ ഫിർദൗസ് വേണമെന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ റസൂൽ ദ്വാരക്കും, പടച്ചോനെ റബീഅത്തിന് സ്വർഗം കൊടുക്ക് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയും. അള്ളാഹു തആല തരും. പക്ഷേ ആ സ്വർഗം കിട്ടിയിട്ട് എന്ത് കാര്യം? അള്ളാഹുവിന്റെ പ്രവാചകർ ആ ഉന്നതമായ മഖാമും മഹമൂദനല്ലദീ വഅത്ത, ആ ഉന്നതമായ മഖാമും മഹമൂദുമായ പദവിയില് അള്ളാഹിന്റെ റസൂല് കഴിയുമ്പോ ആ റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് കാണാൻ പോലും എനിക്ക് സ്വർഗത്തിൽ അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വർഗം കിട്ടിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് സ്വർഗം ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. ദുനിയാവാണെങ്കിൽ എനിക്കൊട്ട് വേണ്ട, അതുകൊണ്ട് ദുനിയാവിൽ ഞാൻ ചോദിക്കൂല. പിന്നെ എന്ത് ചോദിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്, റബീഅത്തെ നീ തീരുമാനിച്ചോ? തീരുമാനിച്ചു നബിയെ, എന്നാ ചോദിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഒറ്റ ചോദ്യം, ലളിതമായ ചോദ്യം നബിയെ എനിക്ക് ചോദിക്കാനുള്ളൂ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ താങ്കളുടെ റഫീഖായിട്ട് കഴിയണം. താങ്കളുടെ വീടിന്റെ തൊട്ട വീടായിരിക്കണം എൻ്റെ വീട്. എന്റെ വീടിന്റെ ജനാല ഇങ്ങനെ തുറന്നാല്, ആ കിളിവാതിൽ ഇങ്ങനെ തുറന്നാ റസൂലുള്ളാഹിന്റെ മുഖം കാണും. അല്ലാതെ എന്ത് സ്വർഗ? റസൂലുള്ളാഹിനെ കാണണം, താങ്കളെ കണ്ടുകൊണ്ട് ജീവിക്കണം. അതാണ് എന്റെ സ്വർഗം. അതുകൊണ്ട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, താങ്കളുടെ കൂടെ റഫീഖായിട്ട്, കൂട്ടുകാരനായിട്ട് എനിക്ക് സ്വർഗത്തിൽ താമസിക്കണം. സ്വർഗത്തിന്റെ മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലും ഒരു 10 നില കൊട്ടാരം കിട്ടിയിട്ടും എനിക്ക് കാര്യമൊന്നുമില്ല നബിയെ, താങ്കളുടെ അടുത്താവണം. അതൊരു ചെറ്റക്കുടിലായാലും മതി,
എനിക്ക് എൻ്റെ ജനലിങ്ങനെ തുറന്നാൽ റസൂലുള്ളാഹിന്റെ തിരുമുഖം ഇങ്ങനെ കാണണം. റബീഅത്ത് റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞു, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, റബീഅത്ത് വല്ലാത്തൊരു ചോദ്യമാണല്ലോ, അത് കുറച്ച് കടന്നു പോയല്ലോ. അവ ഒയിറതാലിക്ക ഇതിന്ന് പറഞ്ഞ മക്കാമും മഹമൂദ് അമ്പിയാക്കൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത, ഒരു നബിക്കും ഒരു റസൂലിനും സ്വപ്നം കാണാൻ കഴിയാത്ത ഉന്നതമായ പദവിയല്ലേ റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹ് നൽകുന്ന മക്കാമും മഹമൂദ്. അത് നിനക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അകന്ന, കുറച്ച് കടന്ന കയ്യല്ലേ റബീഅത്തെ. അവ ഒയിറതാലിക്ക വേറെ എന്തെങ്കിലും നിനക്ക് ചോദിച്ചൂടെ? റബീഅത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഹുവദാക്ക, എനിക്ക് അതന്നെ മതി, വേറെ ഒന്നും വേണ്ട, എനിക്ക് അതന്നെ വേണം. അള്ളാഹിന്റെ റസൂൽ തരൂല എന്ന് പറയൂല. അത് കൊടുക്കാൻ അള്ളാഹ് അധികാരപ്പെടുത്തിയതാണ് റസൂലുള്ളാഹിനെ. സ്വർഗമല്ല ചോദിക്കുന്നത്, സ്വർഗത്തിലെ അത്യുന്നതമായ പദവിയാണ് റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എങ്കിൽ അങ്ങനെയാണെങ്കിൽ, അത് നിനക്ക് നിർബന്ധമാണെങ്കിൽ, നിനക്ക് വേണ്ടി നീ സുജൂദ് അധികരിപ്പിക്കണം, ധാരാളമായി നീ സുജൂദ് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റബീഅത്ത് റളിയല്ലാഹു തങ്ങളോട് പറയുന്നതാണ് ഈ സുജൂദിന്റെ വലിപ്പം. സുജൂദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും അള്ളാഹുവിനോട് നമ്മൾ അടുക്കുന്ന ഒരു ഇബാദത്താണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഞങ്ങൾ വഴിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം, അള്ളാഹിന്റെ റസൂല് പറയുന്നു, ഉമിർതു അൻ അസ്ജുദ അലാ സബഅതി അളായി വഫി റിവായത്തിൻ സബഅതി അഅ്ദുമി, 7 അവയവങ്ങൾ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. 7 അവയവം നിലത്ത് വെച്ചുകൊണ്ട് നടക്കേണ്ട ഒരു ഇബാദത്താണ് സുജൂദ്. ഈ 7 അവയവങ്ങൾ നിലത്ത് വെക്കുമ്പോ, അല്ലെങ്കിൽ ആ 7 എല്ലുകൾ നിലത്ത് വെക്കുമ്പോ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും താഴ്ന്നവരാവുകയാണ്. അള്ളാഹിന്റെ മുമ്പിൽ ഇതിലിറങ്ങി താഴാനില്ല. ഒരു മനുഷ്യന് താഴാവുന്ന ഏറ്റവും താഴ്ന്ന ഭാവമാണ് സുജൂദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഹറമല്ലാഹു അലന്നാർ മവാലിയ സുജൂദി, സുജൂദിന്റെ അവയവങ്ങൾ, സുജൂദ് ചെയ്ത ആളുടെ സുജൂദിന്റെ അവയവങ്ങൾ നരകത്തിലിടലെ അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സുജൂദ് അധികരിപ്പിക്കുക നമുക്കും പറ്റുന്ന കാര്യം അത്. അതായത് നമ്മൾ എത്രത്തോളം താഴുന്നുവോ അത്രത്തോളം അല്ലാഹ് നമ്മളെ പൊക്കും. നമ്മൾ എത്രത്തോളം പൊങ്ങുന്നുവോ അത്രത്തോളം നമ്മളെ അല്ലാഹു തആല താത്തും. ഇത് അല്ലാഹുവിന്റെ ഒരു നിയമമാണ്. പൊങ്ങുന്നവരെ ഒന്ന് അല്ലാഹ് പിടിച്ച് താത്തും. സ്വയം പൊങ്ങാൻ അല്ലാഹ് ആരെയും വിടൂല. അത് മുത്തക്കബ്ബിർ എന്ന സിഫത്താണ്. സ്വയം പൊങ്ങുന്നതിന് മുത്തക്കബ്ബിർ എന്നാണ് അവന് പറയാ. അത് അള്ളാന്റെ സിഫത്തുകളിൽ പെട്ടതാണ്. അതൊരു മഖ്ലൂക്കിനും ഒരു സൃഷ്ടിക്കും അല്ലാഹു അനുവദിക്കൂല. സ്വയം പൊങ്ങുന്നവരെ അല്ലാഹു തആല ഒന്ന് പിടിച്ച് താത്തും. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം താഴുന്നുവോ അതാണ് വലിപ്പം. ഉദാഹരണത്തിന് പറയാം, അള്ളാഹിന്റെ റസൂലുള്ളാഹി ഞങ്ങളുടെ പല പേരുകൾ കൊണ്ടും ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. പല പേരിലും അല്ലാഹു തആല റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതകാലത്തെ ഏറ്റവും വലിയ സംഭവമായ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് പറയുന്നിടത്ത് അല്ലാഹു തആല റസൂലുള്ളാഹിനെ പറയാൻ ഉപയോഗിച്ച വാക്ക് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന വാക്കാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അല്ലാഹു തആല അവന്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ച, ഇസ്രാവും മീറാജും നടത്തിപ്പിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. അവിടെ അടിമ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്. ഞാൻ അള്ളാഹിന്റെ അടിമയാണ്. എന്തിനാണ് ഞാൻ അള്ളാഹിന്റെ അടിമയായത്? നമ്മളൊക്കെ ആലോചിക്കണം. ഞാൻ അള്ളാഹിന്റെ അടിമയായത് നിങ്ങളുടെ ഓരോരുത്തരുടെ എനിക്കറിയില്ലല്ലോ. ഞാൻ അള്ളാഹിന്റെ അടിമയായത് വേറെ ആളുടെ മുമ്പിൽ തല താഴ്ത്തൂല എന്നുള്ള വാശിയുള്ളതുകൊണ്ടാണ്. ലോകത്തൊരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ തല താഴ്ത്തി കൊടുക്കാറില്ല. അല്ലാഹു തആല എന്നെ അതിനല്ല പഠിച്ചത്. ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ മാത്രമേ തല താഴ്ത്തൂ. വേറെ ഏത് കൊലകൊമ്പൻ ആളായാലും എന്റെ തല ഞാൻ താഴ്ത്താറില്ല. അതാണ് അല്ലാഹു തആല ഒരു മുസ്ലിമിന് നൽകുന്ന ഇസ്സത്ത്. തല താഴ്ത്താനുള്ളതല്ല നമ്മുടെ. മറ്റാളുടെ മുമ്പിൽ താഴ്ത്തി കൊടുക്കേണ്ടതല്ല തല. നമ്മളെപ്പോഴും തല ഉയർത്തിപ്പിടിക്കേണ്ടവരാണ്. അള്ളാഹിന്റെ മുമ്പിൽ താഴുക എന്ന് പറഞ്ഞാൽ മറ്റാളുടെ മുമ്പിൽ ഞാൻ താഴൂല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തിയതും അതുകൊണ്ട് തന്നെയാണ്. അസ്റാ ബി അബ്ദിഹി എന്ന് അല്ലാഹു തആല പറഞ്ഞതും അതുകൊണ്ടാണ്. അതുകൊണ്ട് സുജൂദ് നഷ്ടപ്പെടുത്തിയ ഒരു നിസ്കാരം നമ്മൾ നിസ്കരിക്കരുത്. 7 അവയവങ്ങൾ സുജൂദിൽ നിലത്തിരുന്ന് പറ്റ വയ്യാത്ത ഒരാള്, അയാൾക്ക് നിലത്തിരുന്ന് നിസ്കരിച്ചാൽ 7 അവയവം നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ കഴിയുമെങ്കിൽ അയാൾ എങ്ങനെ നിസ്കരിച്ചാലും ഹറാമാണ്, നിസ്കാരം ശരിയാവില്ല. കസേരയിലും പറ്റൂല, നിന്നിട്ടും പറ്റൂല.
7 അവയവം നിലത്ത് ഇരുന്ന് നിസ്കരിച്ചാൽ 7 അവയവങ്ങൾ നിലത്ത് വെക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂല. അവന് സുജൂദ് ചെയ്യൽ അനിവാര്യമാണ്. സുജൂദാണ് നിസ്കാരത്തിന്റെ മർമ്മം. അത് നഷ്ടപ്പെടുത്താൻ പറ്റൂല. അത് നമ്മൾ ജീവിതകാലം മുഴുവൻ ശ്രദ്ധിക്കണം. ആ ഗതികൾ വരാതെ അള്ളാഹു എന്നെയും നിങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുജൂദ് മുടക്കരുത്. അത് 7 അവയവങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് തന്നെ ആവണം. അതിന് കഴിയുന്ന കാലത്തോളം അങ്ങനെ തന്നെ ചെയ്യണം. അതിന് കഴിയില്ലെങ്കിൽ കടന്നു നിൽക്കരിക്കാം. എന്നാലും സുജൂദ് മുടക്കാൻ പറ്റൂല. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ റസൂല് റബീഅത്ത് റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞത്, നീ സുജൂദ് അധികരിപ്പിക്കൽ കൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ, ലോകത്തിന്റെ ഖജനാവ് മുഴുവൻ നൽകപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളെ അല്ലാഹുവിലേക്ക് ചേർക്കുന്നതും അല്ലാഹുവിനെ നമ്മളുമായി ബന്ധിപ്പിക്കുന്നതും അല്ലാഹു തആലയുടെ മഗ്ഫിറത്ത് നമുക്ക് കിട്ടുന്നതൊക്കെ ആ നബിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത്, വലൗ അന്നഹും ബില്ലറമു അൻഫുസഹും ജാഊക, ആരെങ്കിലും പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ, പാപിയാണെങ്കിൽ നബിയെ അവർ ചെയ്യേണ്ട പണി ജാഊക, താങ്കളുടെ അടുക്കൽ അവർ വരട്ടെ, നബിയുടെ മുമ്പിൽ അവർ ചെല്ലട്ടെ, എന്നിട്ട് നബിയോട് പറയട്ടെ, ഇർതകബ്തു അലൽ ഖത്വ വൈറ ഹസിരിൻ വഅദാദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് മഖൂസ് മൗലൂദ് നമ്മൾ ഓതുന്ന വാക്ക്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ഒരുപാട് പാപം ചെയ്തവനാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത തെറ്റ് കുറ്റങ്ങളുള്ള മഹാപാപിയാണ് ഞാൻ. താങ്കളോട് ഞാൻ പരാതി പറയുന്നു. താങ്കൾ പുറത്തു തരണമെന്നല്ല ഈ പറയുന്നത്. പരാതി പറയുന്നു നബിയെ താങ്കളോട്. താങ്കൾ അള്ളാഹിനോടൊന്ന് പറഞ്ഞിട്ട് എനിക്ക് പുറത്തു തരാൻ പറയണം എന്ന് അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ പോയി പറഞ്ഞാൽ, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുകയും അള്ളാഹിന്റെ പ്രവാചകർ അവർക്ക് പുറത്തു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ അവരുടെ പാപങ്ങളൊക്കെ പൊറുക്കുന്നവനും കരുണാമയനുമായിട്ട്, കാരുണ്യവാനായിട്ട് അള്ളാഹുവിനെ അവർക്ക് എത്തിക്കാം എന്ന് അള്ളാഹു തആല പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതായിരുന്നു സഹാബത്തിന്റെ പ്രതീക്ഷ. മഹാന്മാരായ ബദരീങ്ങള്, ഈ സമുദായത്തിലെ വലിയ ആളുകളാണല്ലോ ബദരീങ്ങള്. ആ ബദരീങ്ങളെ പറ്റി മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, പ്രമുഖ സഹാബി, റസൂലുള്ളാഹി തങ്ങളുടെ കവി, ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹുവിന്റെ പ്രവാചകരെ കളിയാക്കി അവഹേളിച്ച് ചീത്ത പറഞ്ഞ് കവിത ചൊല്ലുമ്പോ അതിനൊക്കെ മറുപടി പറയുന്നത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അവരൊക്കെ പാട്ട് പാടുന്നത് കള്ളിന്റെ ബലത്തിലാണ്, ലഹരിയുടെ ബലത്തിലാണ്. ഹസ്സാൻ മദ്യപാനിയല്ല, കള്ളുകുടിയനല്ല. അതുകൊണ്ട് ദൈവികമായ പരിരക്ഷയും ശക്തിയും കിട്ടണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ അയ്യിദിൽ ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്, എനിക്ക് വേണ്ടി മറുപടി പറയാൻ ഹസ്സാൻ മാത്രമേ ഉള്ളൂ റബ്ബേ. അതുകൊണ്ട് ആ ഹസ്സാന് നീ ജിബ്രീലിനെ കൊണ്ട് ശക്തിപ്പെടുത്തണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. അപ്പൊ ഹസ്സാൻ പാടുമ്പോ കൂടെ ജിബ്രീല. അതാണ് ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കവിത. മഹാനായ പ്രവാചകരുടെ കവി, ഷായിറുർ റസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മറുപടി പറഞ്ഞ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു കവിതയിൽ കാണാം, അലായാല ഖൗമി ഹല്ലിമാഹും മദാഫിഉ വഅൽമാ മലാ മിൻ സ്വാലിഹിൽ ഐശി റാദിഉ. അലായാല ഖൗമി, എന്റെ ബദരീങ്ങളാകുന്ന കൂട്ടരെ, ബദരീങ്ങളെന്ന് പറയുന്ന ബദറിൽ പങ്കെടുത്ത മഹത്തുക്കളെ, സംഭവിച്ചു പോയ അല്ലാഹു തആല കണക്കാക്കിയ അല്ലാഹുവിന്റെ തഖ്ദീറുകൾക്ക് വല്ല മാറ്റമുണ്ടോ? അതൊക്കെ നടക്കേണ്ടതല്ലേ? സന്തോഷമുള്ള, അഭിമാനമുള്ള, സന്തോഷം നൽകിയ ഐശ്വര്യമുള്ള ജീവിതം അതിങ്ങ് മടങ്ങി വരുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ പോയ ജീവിതമൊക്കെ പോയി. ഇനി ആ സുന്ദരമായ ജീവിതം നമുക്ക് കിട്ടൂല. ഏതായാലും ഫഇന്നഹും, ഈ ബദരീങ്ങൾ എന്ന് പറയുന്നവർ, യർജൂന മിൻഹു ശഫാഅത്തൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശുപാർശ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടത് ശുപാർശയാണ്, റസൂലുള്ളാഹിന്റെ ശഫാഅത്താണ്. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിക വഅഹ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. ഇത് നമ്മൾ റസൂലുള്ളാഹിയോട് ചോദിക്കുന്നത് തന്നെയാ. ഇതാണ് ബദരീങ്ങളും ആഗ്രഹിച്ചത്. ഇദാ ലം യകുന്നില്ലൻ നബിയ്യൂന ശാഫിഉ, അമ്പിയാക്കന്മാരല്ലാതെ, ശുപാർശകരില്ലാത്ത, ശുപാർശ ശേഷിയില്ലാത്ത
ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഷഫാത്ത് ആഗ്രഹിക്കുന്നവരാണ് നബിയെ ഈ ബദരീങ്ങൾ എന്ന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പറയുന്നുവെങ്കിൽ നമുക്കും അത് തന്നെയാണ് പ്രതീക്ഷ. ആ നബിയുടെ ഷഫാത്താണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല അവിടുത്തെ ആ ഷഫാത്തിൽ പെടുത്തി നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, അള്ളാഹുവിന്റെ പ്രവാചകരാണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ ഭാരം ചുമക്കേണ്ട ആള്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വയലൗ അൻഹും ഇസ്റഹും. പരിശുദ്ധ ഖുർആന്റെ നസ്സാണ് ഇത്, മൗലവിമാർ പറയണല്ല, ഖുർആനാണ്, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. വയലൗ അൻഹും ഇസ്റഹും, നീ അവരുടെയൊക്കെ മുഅ്മിനീങ്ങളുടെ ഭാരം ചുമക്കുന്നയാള് നബിയ. വയലൗ അൻഹു, ആ ഭാരമൊക്കെ ചുമക്കും, അത് ഇറക്കി വെക്കും. ഇസ്റഹും, അവരുടെ ഭാരങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകർ നമ്മുടെ പാപഭാരങ്ങൾ, നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റിന്റെ ഭാണ്ഡങ്ങളുമായി ബശറിലേക്ക് ചെല്ലുമ്പോ അതൊക്കെ ഇറക്കി വെക്കാനും അതൊക്കെ ഒഴിവാക്കാനും നമുക്കുണ്ടാകുന്ന സഹായി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വല്ലഅഗ്ലാലല്ലതീ കാനത്ത് അലൈഹിം, ദുനിയാവിലായാലും ആഖിറത്തിലായാലും നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയുടെ, വ്യക്തിത്വമില്ലായ്മയുടെ, പരാജയത്തിന്റെ കുടുക്ക് ചങ്ങലകളെ, കെട്ടുകളെ, കയറുകളെ മുഴുവൻ അഴിച്ചു കളയുന്നതും മഹാനായ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബിയിലാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് ആ നബിയെ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രതീക്ഷ അർപ്പിക്കുക. ആ നബി നമ്മളെ കൈവിടൂല, നമ്മളെ ഉപേക്ഷിക്കൂല, നമ്മളെ വിട്ടിട്ട് പോകാൻ നബിക്ക് കഴിയൂല. അതാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ആയത്താണ് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന തൗബ സൂറത്തിലെ അവസാനത്തിലുള്ള 2 ആയത്തുകൾ. അള്ളാഹുവിന്റെ പ്രവാചകരെ പറ്റി ഇറങ്ങിയ ആയത്താ. ഈ ആയത്ത് ഖുർആനിൽ ഒഴിവാക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ പുതിയ തലമുറയ്ക്കും ഒന്നാമത്തെ വായനല്ല, പിന്നെ കുറച്ചു കാലം മുമ്പൊക്കെ വായിച്ചവർക്കറിയാം. റാഷിദ് ഖലീഫ എന്ന് പറഞ്ഞൊരു ഈജിപ്തുകാരനുണ്ടായിരുന്നു. അയാൾ ഇസ്ലാമും ഖുർആനും കമ്പ്യൂട്ടറും കൊണ്ട് വലിയൊരു ഗവേഷണവും പ്രബന്ധമൊക്കെ റിപ്പോർട്ടൊക്കെ പുറത്തിറക്കി. എന്നിട്ട് മൂപ്പര് ഖുർആൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ ഒരുപാട് പൊക്കി പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ് ഈ 2 ആയത്ത് ഖുർആൻ ഒഴിവാക്കണം. നബിനെ പറ്റി പറഞ്ഞ ആയത്ത് ആൾക്ക് ഒഴിവാക്കിയിരിക്കണം ഖുർആൻ എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ചതിയന്മാർ പുറത്തു വരുമ്പോൾ നമ്മളൊന്ന് പഠിക്കണം. അങ്ങനെ പലതുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പൊ നബിയുടെ 1500-ാം ജന്മദിനമല്ല, നബി 63-ാം വയസ്സിലില്ല മരിച്ച്, 64-ാം വയസ്സിലാ മരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇപ്പോഴും ഇറക്കിയിട്ടുണ്ട്. പുതിയ പുതിയ ഇങ്ങനെ ഉണ്ടാക്കുക. ഒക്കെ നിങ്ങൾ മുജാഹിദ് ജമാഅത്തൊന്നും വിചാരിക്കണ്ട കേട്ടോ. 110 വാട്സ് സുന്നികൾ അതൊക്കെ ചെയ്യുന്നത്. ഇപ്പോ അതിലൊന്നും അത് മുജാഹിദ് ജമാഅത്തിനൊന്നല്ല ഞാനീ പറയുന്നത്. നമ്മുടെ സമുദായത്തിലും സുന്നികളിൽപ്പെട്ട ആളുകൾ തന്നെ കേരളത്തിൽ തന്നെ പുതിയ ആളുകളുണ്ട്. ഞാൻ ഒന്നും കൂടെ ആ പുസ്തകം തന്നെ ഞാൻ വായിച്ചിരുന്നു. ആ പുസ്തകം ഇന്നിപ്പോ വരുമ്പോഴത്ത് പുസ്തകങ്ങളുടെ മേലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരുപാട് തോന്നിയാസങ്ങൾ ഇവിടെ നടക്കുന്നു. റസൂലുള്ളാഹിനെ അവമതിക്കുക, താഴ്ത്തിക്കെട്ടുക. റസൂലുള്ളാഹി തങ്ങൾ മരിച്ചത് 63-ാമത്തെ വയസ്സിലാണ്. അവിടുത്തെ വഫാത്ത്, അബൂബക്കർ സിദ്ദീഖിന്റെ വഫാത്ത്, അലി ഇബ്നു അബീ ത്വാലിബിന്റെ വഫാത്ത് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇപ്പൊ ഓരോരുത്തർക്ക് കണക്ക് ശരിയല്ല. ഇതുവരെയുള്ള ഇമാമുകളൊക്കെ കണക്ക് കൂട്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 64 ആക്കാൻ നമുക്ക് ഒരു വയസ്സ് അങ്ങോട്ട് കൂട്ടാം എന്നും പറഞ്ഞിട്ട് ഇപ്പൊ 64 ആക്കിയിട്ടുണ്ട്. ചിലരെ കൂടിയിട്ട് അല്ല കാക്കട്ടെ. അള്ളാഹിന്റെ പ്രവാചകർ ജനിച്ചത് ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21-നാണെന്ന് പണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ചത്. ആരിളക്കിയാലും ഇളക്കരുത്, ഇളകരുത്, അത് ഉറപ്പിച്ചോളി നിങ്ങൾ. ഞാനേത് മൗലവിമാര് വന്ന് ഇളക്കിയാലും ഇളകാതിരിക്കണം. നമ്മൾ പണ്ട് പഠിച്ചതാ ശരി, പുതിയതൊന്നും ശരിയല്ല. പുതിയതിന്റെ പിന്നാലെ പോണ്ട, പഴയതിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത് ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ചയാണ് എന്ന കാര്യമാണ് നമ്മൾ പണ്ട് മദ്രസയിൽ പഠിച്ചത്. അതന്നെ ശരി. അതൊന്നും മാറ്റേണ്ട ഒരാവശ്യം ഇപ്പൊ വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ മാറ്റണം എന്തിനാ വെച്ചാൽ ഓരോ പുതിയ വാദങ്ങൾ വരും. അതിന്റെ പിന്നിൽ ചതികളുണ്ട്, ചതിക്കുഴികളുണ്ട്. ഞാൻ നിർത്തട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറയുന്നു, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു പ്രവാചകർ വന്നിരിക്കുന്നു. ആ പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങൾ എന്താ? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് അരോചകമാകുന്നത്, നിങ്ങൾക്ക് പ്രയാസമാകുന്നത് അസീസുൻ അലൈഹി, ആ നബിക്ക് അസഹ്യമാണ്, സഹിക്കാൻ കഴിയൂല. നിങ്ങളിൽ ഒരാൾ നരകത്തിൽ പോകുന്നത് ആ നബിക്ക് സഹിക്കൂല. നിങ്ങളിൽ ഒരാൾ പാപം ചെയ്യുന്നത് ആ നബിക്ക് സഹിക്കൂല. നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കാതെ നടക്കുന്നത് ആ നബിക്ക് സഹിക്കൂല. ആ നബിക്ക് അസഹ്യമാണ്. റസൂലുള്ളാഹി വേദനിക്കുന്നു. നമ്മൾ പാപം ചെയ്യുമ്പോൾ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ വേദനിക്കുന്നു. പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്, ഹരീസുൻ അലൈക്കും,
നിങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹമല്ല, അത്യാഗ്രഹമുള്ളവരാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ നന്നാവണം, നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകണം, നിങ്ങളെല്ലാവരും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണം. നിങ്ങളാരും പട്ടിണി കിടക്കരുത്, നിങ്ങളാരും പ്രയാസപ്പെടരുത്, നിങ്ങളെല്ലാവരും മുഅ്മിനുകളായി ജീവിച്ച് മുഅ്മിനുകളായി മരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അത്യാഗ്രഹമുള്ളവരാണ് എന്ന് മാത്രമല്ല, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അള്ളാഹുവിന്റെ പ്രവാചകർ സത്യവിശ്വാസികളോട് കരുണയുള്ളവരും ദയാവായ്പുള്ളവരും റഹീമുൻ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് പരലോകത്ത് പ്രത്യേകിച്ച് കരുണ ചെയ്യുന്നവരുമാണ് എന്ന് പരിശുദ്ധ ഖുർആനാണ് ഈ പറഞ്ഞത്. നേരത്തെ ഞാൻ ഓതിയ ആയത്തിന്റെ അവസാനത്തിലും വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും, പാപം ചെയ്താൽ ലവദതുല്ലാഹ തവ്വാബർ റഹീമ, അവിടെ അള്ളാഹ്ക്കാണ് റഹീം എന്ന് അള്ളാഹ് സിഫത്ത് പറഞ്ഞത്. അള്ളാന്റെ പേരാണ് അവിടെ റഹീം എന്നത്. ഈ ആയത്തിൽ അവസാനം റഹീം എന്നല്ല പറഞ്ഞത് ആരെയാ? റസൂലുള്ളാഹിനെ. അത് ശിർക്കൊന്നുമല്ല. അള്ളാഹിനെ പറഞ്ഞത്, അള്ളാഹിന്റെ ഗുണം, അള്ളാഹിന്റെ സിഫത്ത് നബിക്ക് പറഞ്ഞു ശിർക്ക് വരില്ല, ഒരു ശിർക്കും വരില്ല. അള്ളാഹ് തന്നെയാ പറഞ്ഞത്. ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണെന്നൊക്കെ അറിയണം, അള്ളാഹ് തന്നെയാ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളെ പറ്റി ആ റഹീം എന്ന് പറഞ്ഞത്, ആ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് പരലോകത്ത് പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നവരാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ വളരെ സുന്ദരമായി റസൂലുള്ളാഹി അല്ലാഹു തആല പ്രഖ്യാപിച്ചത്, വലസൗഫ യുതീക റബ്ബുക ഫതർലാ, നബിയേ താങ്കൾക്ക് എന്തൊക്കെയാ വേണ്ടി വെച്ചാൽ ഒക്കെ തന്നിട്ട് തന്നെ സ്വർഗത്തിക്ക് വിടുള്ളൂ. അള്ളാന്റെ റസൂൽ അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹ് കൊടുക്കും, എന്ത് ചോദിച്ചാലും കൊടുക്കും. കൊടുക്കാതെ മഹ്ശറിൽ നിന്ന് ജനങ്ങളെ അല്ലാഹു തആല ഒഴിവാക്കൂല. പരിശുദ്ധ ഖുർആനായി പറയും ഫതർലാ, മതി റബ്ബേ മതി എന്ന് പറയുന്നത് വരെ തരാൻ നബിയെ, പിന്നെ എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്, നിങ്ങൾ എന്തിന് വെപ്രാളപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ഇതല്ല അർലാ, ഇതല്ല അർലാ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഈ ആയത്ത് ഓതി കൊടുക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ഞാൻ തൃപ്തിപ്പെടൂല, ഞാൻ പൊരുത്തപ്പെടൂല, എനിക്ക് മതിയാവില്ല. എന്റെ സമുദായത്തിൽ നിന്ന് ഒരാള് നരകത്തിൽ കിടക്കുന്ന കാലത്തോളം ഞാൻ തൃപ്തിയോടുകൂടെ സ്വർഗത്തിലേക്ക് പോകില്ല റബ്ബേ എന്ന് പ്രഖ്യാപിച്ച ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലാണ് നമ്മുടെ ഹബീബ്. ആ നബിയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ആ നബിയുടെ പേരിലാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത്, ആ നബിയിലാണ് നമ്മുടെ പ്രതീക്ഷ. ആ നബി നമ്മളെ കൈവിടൂല, ആ നബി നമ്മളെ നരകത്തിലേക്ക് വിട്ടിട്ട് സ്വർഗത്തിലേക്ക് പോകൂല. ആ നബിയുടെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മളെ അല്ലാഹു തആല ചിലപ്പോൾ രോഗം കൊണ്ട് പരീക്ഷിക്കും, പലവിധ പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കും, മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷിക്കും. എന്തിനാത്? ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ. ഇതൊക്കെ പുറത്ത് കിട്ടണമല്ലോ, ഇതൊക്കെ പൊറുക്കപ്പെടാൻ വേണ്ടി ഇവിടെ തന്നെ ഒരുപാട് പരീക്ഷണം ഇത് തരുന്നത് എന്തിനാ? നമുക്ക് അവിടെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വന്തം ശരീരത്തെക്കാൾ ഇഷ്ടപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടാലും നമുക്ക് നബിയെ കിട്ടണം, നബിയുടെ കൂടെ സ്വർഗത്തിൽ പോകണം, നബിയെ സ്നേഹിക്കണം, നബിക്ക് തൃപ്തിയല്ലാത്ത നമ്മൾ ചെയ്യാതിരിക്കണം. നമസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരണം റസൂലുള്ളാഹി തങ്ങളെ. ഞാൻ നിസ്കരിക്കാൻ പോകാതിരിക്കുന്നത് അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടപ്പെടൂല, ഞാൻ ജമാഅത്ത് ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഇഷ്ടപ്പെടൂല, ഞാൻ ലഹരി ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഇഷ്ടപ്പെടൂല, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഇഷ്ടപ്പെടൂല എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അതിനാണ് നബിനെ സ്നേഹിക്കുന്നത്, അതിനാണ് നബിദിനം ആഘോഷിക്കുന്നത്, അതിനുവേണ്ടിയാണ് നബി നമ്മൾ പുകഴ്ത്തി പറയുന്നത്. അതുകൊണ്ട് ആ പ്രവാചകരെ പിൻപറ്റാനും ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കാനും ആ പ്രവാചകർ സ്മരണയിൽ തന്നെ ജീവിച്ചു മരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.